ഇത് ലാലേട്ടന്റെ കോട്ട തന്നെയാണ്. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ലാലേട്ടനൊപ്പം നിൽക്കുന്ന ആരാധകരും പ്രേക്ഷകരുമാണ് എന്നുള്ളത് ആരെയൊക്കെ അകറ്റി നിർത്തണമെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു വശത്ത് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുകയാണ് മോഹൻലാൽ ഈ പൃഥ്വിരാജ് ചിത്രമായ എമ്പുരാനിലൂടെ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപോലെ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും അതിവേഗത്തിൽ 50 കോടി നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. വെറും 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ കേരളത്തിൽ നിന്നും മാത്രം 50 കോടി ഗ്രോസ് നേടിയിരിക്കുന്നത് എന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ് ചിത്രം ലിയോയുടെ റെക്കോർഡ് മറികടന്നാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ഈ നേട്ടം. 10 ദിവസം കൊണ്ടായിരുന്നു ലിയോ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേടിയത്. UK ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഷാറുഖ് ഖാൻ വിജയ് സിനിമകളുടെ കളക്ഷൻ പോലും മറികടന്നാണ് സിനിമ ജൈത്രയാത്ര തുടരുന്നത്. UK ബോക്സ് ഓഫീസിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമ 3 ദിവസം കൊണ്ട് 1.2 മില്യൺ പൗണ്ട്, ഏകദേശം 13.5 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ഒരു ഇന്ത്യൻ സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ഇത് റെക്കോർഡാണ്. നേരത്തെ സിനിമ 48 മണിക്കൂർ പിന്നിടും മുൻപേ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലും എത്തിയിരുന്നു. മലയാള സിനിമയിലെ പല റെക്കോർഡുകളും സിനിമ മറികടക്കുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇപ്പോഴിതാ 100 കോടിയല്ല, നമ്മൾ പറഞ്ഞതുപോലെ 200 കോടി ക്ലബും മോഹൻലാൽ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബിൽ എത്തുന്ന ചിത്രമായി എമ്പുരാൻ മാറി. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ 5 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും സംഘപരിവാർ അനുകൂലികളുടെ അടുത്തുനിന്നും വ്യാപക സൈബർ ആക്രമണം നടക്കുന്നതിനിടെയാണ് ചിത്രം റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. കൂടാതെ ബുക്ക് മൈ ഷോ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും മണിക്കൂറിൽ എത്രമാത്രം ടിക്കറ്റുകളാണ് എമ്പുരാൻ ഇപ്പോഴും വിറ്റഴിക്കുന്നത്. അതുകൂടാതെ ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ടോട്ടലുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ തൂത്തുവാരുന്നു എന്ന കാര്യങ്ങൾ കൂടി അറിയണം. കാരണം കേരള ബോക്സ് ഓഫീസിലാണ് എമ്പുരാന്റെ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രേക്ഷകർ ഒരുപോലെ സിനിമയെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തുകയാണ്. എമ്പുരാൻ ആദ്യ ദിവസം 14.07 കോടി നേടിയെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ലിയോ നേടിയ 12 കോടിയാണ് എമ്പുരാൻ മറികടന്നത്. എന്നാൽ 30-ാം തീയതി എമ്പുരാൻ മറ്റൊരു റെക്കോർഡ് കൂടി തീർക്കുകയുണ്ടായി. 4-ാം ദിവസത്തിൽ 11.01 കോടി, അതായത് 1ഉം 3ഉം സ്ഥാനം ഇപ്പോൾ എമ്പുരാനാണ് കേരള ബോക്സ് ഓഫീസിൽ. ഇതൊക്കെ കൂടാതെ 4ഉം 5ഉം കഴിഞ്ഞാൽ 6ാമത്തെ സ്ഥാനവും എമ്പുരാനാണെന്ന് പറയേണ്ടതുണ്ട്. കാരണം എമ്പുരാൻ 29-ാമത്തെ തീയതിയിൽ 9.02 കോടി നേടുകയുണ്ടായി കേരള ബോക്സ് ഓഫീസിൽ. ഇതിങ്ങനെ നമ്പറുകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഡേ 2-ൽ 8.45 കോടിയും ഡേ 3-ൽ 9.02 കോടിയും ഡേ 4-ൽ 11.01 കോടിയുമാണ് എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന കണക്കുകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ വിദ്വേഷ പ്രചരണങ്ങൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പോസിറ്റീവായി മാറുന്നതാണ് നമ്മൾ കേരള ബോക്സ് ഓഫീസിൽ കണ്ടതും. തലയിൽ പൂടയുണ്ടോ എന്ന് സംശയം ഉള്ളവനാണ് കള്ള എന്ന വിളി കേൾക്കുമ്പോൾ കൊള്ളുന്നത്. ഐ റിപ്പീറ്റ്, കൊള്ളുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊല്ലുന്നത് എന്നല്ല. ഒരു മുള്ള് കൊണ്ടാൽ റോസാച്ചെടി മുഴുവൻ കരിച്ചു കളയണം എന്ന് വാദിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും കോടതിയിലും ഭരണഘടനയിലും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും വാദിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്തതെല്ലാം ചരിത്ര വസ്തുക്കളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാലിയുടെ കഥ പറയുമ്പോൾ രാമൻ ജനിച്ചത് മുതൽ വിവരിക്കാത്തത് എന്തേ എന്ന് നിങ്ങൾ പറയുന്നത് ചെയ്ത തെറ്റ് മറച്ചു പിടിക്കാനുള്ള അടവായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാവർക്കും അമ്പുകൊണ്ട ഒരു കലാസൃഷ്ടിയിൽ നിങ്ങൾക്ക് മാത്രം നൊന്തു എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചരിത്രം പുതിയ തലമുറയിലേക്ക് എത്തരുത് എന്ന് തന്നെയാണ് ഉദ്ദേശം. വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷേ കത്രിക വെക്കാനും കത്തി വെക്കാനും ഇല്ല തന്നെ. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വാളോങ്ങുന്നത് രാജാവിനെയാണ്. 46 വർഷങ്ങൾ കൊണ്ട് മലയാളത്തിന്റെ മനസ്സുകളിൽ ജാതിമത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ തന്നെ സിംഹാസനം ഉറപ്പിച്ച മഹാരാജാവിനെ, അഭിനയത്തിന്റെ ചെങ്കോൽ ഏന്തുന്ന സമ്രാട്ടിനെതിരെ മലയാളികൾ സ്നേഹം കൊണ്ട് കിരീടം ചാർത്തിക്കൊടുത്ത ഒരു രാജാവിനെ കുറിച്ചു വെച്ചോളൂ. ഈ ജനതയുണ്ടാകും അദ്ദേഹത്തിന്റെ പിന്നിൽ. നിങ്ങൾ എന്തിനു വേണ്ടി പടയെടുത്തോ അത് നിങ്ങളുടെ കഴുത്തിൽ ഉരുക്കാവും. കാരണം ഇവിടെ മതം കൊണ്ടല്ല മനുഷ്യനെ അളക്കുന്നത് സ്നേഹം കൊണ്ടാണ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് നടൻ അപ്പാനി ശരത് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു.